लगाओगे तो अच्छे नंबर पाओगे। नए पुस्तकें नई कॉपियां साथी नए बनाएंगे। गर्मी की छुट्टी में बच्चों जी भर मौज मनाओगे। അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. നോട്ട്ബുക്ക് എടുത്തേ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തേ. സെറ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? എന്ത് പറ്റി? കഴിഞ്ഞ ക്ലാസ്സിൽ മറന്നുപോയി അല്ലേ? മറന്നുപോയി എന്നാണോ പറഞ്ഞത്? ആ, നല്ല കാര്യം. ഏറ്റവും മാർക്ക് കുറവ് സെറക്കാണ്. ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? എക്സാമിനെ എക്സാം ദിവസം കരഞ്ഞത് ഓർമ്മയുണ്ടോ സെറക്ക്? ഓർമ്മയില്ലേ? എന്ത് പറഞ്ഞിട്ട് അന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്ത് പറഞ്ഞിട്ടാ കരഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞത്? അക്ഷരങ്ങൾ എടുക്കുക, ലെസൺ എടുക്കുക, അതിന്റെ നോട്ട്ബുക്ക് എടുക്കുക, അതിൽ ലെസന്റെ പേര് എഴുതിയ, എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യാ? ശബ്ദാർത്ഥം വേർഡ് മീനിങ് ഒന്ന് എഴുതി വെച്ചേ. വേർഡ് മീനിങ് ഇപ്പൊ തന്നെ എഴുതണം. കുറെ പേര് മടിയന്മാരുണ്ട്. വേർഡ് മീനിങ് എഴുതുക. ശരി, എന്താണ് വേർഡ് മീനിങ് എഴുതി വെച്ചോ? ഓക്കെ, എഴുതിയവരെ അവിടെ ഇരിക്കേ. മിസ് പറഞ്ഞുതരാം, അത് നോക്കിട്ട് എഴുതുക. തെറ്റാതെ എഴുതണം, ശ്രദ്ധിച്ച് എഴുതുക. പഠായി സ്റ്റഡീസ്, പഠായി സ്റ്റഡീസ്. സ്പെല്ലിംഗ് ശരിക്കും നോക്കണം, അക്ഷരങ്ങൾ തെറ്റാതെ നോട്ട്. പഠായി സ്റ്റഡീസ്. സാർ എഴുതുന്നുണ്ടോ? സെക്കൻഡ് വൺ, ലഡായി ഫൈറ്റ്. ലഡായി ഫൈറ്റ്, FIGHT. ലഡായി ഫൈറ്റ്, FIGHT. ഷംവിൽ ഇതുവരെ ഒരു സ്ഥലം കിട്ടിയില്ല. ഇരിക്കുന്നില്ലേ അവിടെ? ഷംവിൽ വീഡിയോ ഓൺ ചെയ്തേ. ആഷൻ വീഡിയോ ഓൺ ചെയ്. നിങ്ങൾക്ക് എന്തെങ്കിലും അവിടുന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ അപ്പൊ വീഡിയോ ഓഫ് ചെയ്യും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം, ഞാൻ മിസ് ഒരു കാര്യം ചെയ്യട്ടെ, മിസ്സിന് എന്തെങ്കിലും ആവശ്യം തോന്നുമ്പോൾ മിസ് അങ്ങ് ഓഫ് ആക്കി വെക്കാം ക്ലാസ്. നിങ്ങൾക്ക് പിന്നെ അങ്ങനെയുണ്ട് ഒരു സ്വഭാവം. എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും അവിടുന്ന് എന്തെങ്കിലും ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്യണമെങ്കിൽ അപ്പൊ വീഡിയോ ഓഫ് ചെയ്തു. നിങ്ങളുടെ ഇഷ്ടമായി, നിങ്ങളുടെ സൗകര്യത്തിന് വീഡിയോ ഓൺ ചെയ്യാം. ലഡായി ഫൈറ്റ്, FIGHT.
ലഡായി ഫൈറ്റ്. മക്കളെ നിങ്ങള് മിസ് ഗ്രൂപ്പിൽ പറയുമ്പോ മാത്രം ഗ്രൂപ്പിൽ ആൻസർ അയച്ചെന്നാ മതി കേട്ടോ. നോട്ട് മിസ് ഗ്രൂപ്പിൽ പറയുമ്പോ മാത്രം നിങ്ങൾ നോട്ട് എഴുതി അയച്ചെന്നാ മതി. കാരണം മിസ്സിന് ഇപ്പൊ ഫോൺ അയച്ച് കംപ്ലൈന്റ് ആണ്. അപ്പൊ അത് ശരിയാക്കിയിട്ട് വേണം നിങ്ങൾ അയച്ചെന്നാല് ഓക്കെ ആവും. സച്ചി ലഗൻ സിൻസിയറിറ്റി SINCERITY. ഷമീൽ എഴുതുന്നുണ്ടോ? സെറ ഏതാ എഴുതുന്നത്? എഴുതുന്നുണ്ടോ? വേർഡ് മീനിങ് ആണ് ഇപ്പൊ എഴുതുന്നത്. എല്ലാവരും വേർഡ് മീനിങ് എഴുതി വെക്കുക. ശബ്ദാർത്ഥ വേർഡ് മീനിങ്. ഫാത്തിമ മെഹ്ഫൂസ മിസ് പറഞ്ഞ കേൾക്കാമോ? എക്സാം എഴുതിയിരുന്നില്ലേ ഹിന്ദിയുടെ? എക്സാം എഴുതിയിരുന്നോ? യെസ്. ആൻസർ ഷീറ്റ് കിട്ടിയോ? Okay, next word. Sachi Lagan sincerity. Kaksha class. Sathi friends. Mouj fun. Mehnat hard work. Parinam result. Chodo to give up. Jodo link. കണ്ടോ നേരത്തെ മിസ് നിങ്ങൾ ഓരോരുത്തരും വായിക്കുമ്പോ എല്ലാം ചോടോ എന്നാ വായിച്ചത്. അതിന്റെ മീനിങ്ങിന്റെ അർത്ഥവ്യത്യാസം മനസ്സിലായോ? ഫസ്റ്റ് ചോടോ ടു ഗിവ് അപ്പ്, നെക്സ്റ്റ് ജോഡോ ലിങ്ക്. ഗർമി കി ചുട്ടി സമ്മർ വെക്കേഷൻ. അക്ഷരങ്ങൾ തെറ്റാതെ ശ്രദ്ധിച്ചെഴുതുക. അക്ഷരങ്ങൾ തെറ്റിയാൽ മീനിങ് മാറും. ശ്രദ്ധിച്ചെഴുതുക. എബിൻ ബിജു ഫിനിഷ്. ദേവാഞ്ജന ഫിനിഷ്. ഓക്കെ ഓക്കെ ഓക്കെ. മിസ് ഒന്നുകൂടി വായിച്ചു തരാം. ഫാത്തിമ എഴുതുന്നുണ്ടോ? ഫുൾ എഴുതിയോ? അതില് മിസ് നേരത്തെ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ എല്ലാം എഴുതി വെച്ചോ? ക്ലാസ് എടുത്തിട്ട് വായിപ്പിക്കുന്ന സമയം അതിന്റെ മീനിങ് ഒക്കെ ബെസ്റ്റ്. മിസ് വായിപ്പിക്കുമ്പോ നിങ്ങൾ ടെക്സ്റ്റ് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. മിസ് എഴുതാൻ വേണ്ടി സമയം തരുമായിരുന്നു. ഇനിയെങ്കിലും അങ്ങനെ ശ്രദ്ധിക്കുക. മിസ് വായിപ്പിക്കുമ്പോഴൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ ശ്രദ്ധിക്കേ വേണ്ട. വായിക്കാൻ കിട്ടാത്ത വാക്കുകളൊക്കെ പഠിച്ചു വെക്കേ വേണ്ട. എല്ലാവരും സെറ എഴുതി കഴിഞ്ഞു മോളെ? സെറ കഴിഞ്ഞു. സൂര്യദേവ് ഫിനിഷ്. ആഷിൻ കഴിഞ്ഞോ? ഓക്കെ. ഒന്നുകൂടി മിസ് വായിച്ചു തരാം വേർഡ് മീനിങ്. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരണം. മിസ് ഒന്നുകൂടി വായിച്ചു തരാം, നോക്കിക്കോ. പഠായി ഫസ്റ്റ് വേർഡ് എന്താണ്? പഠായി സ്റ്റഡീസ്. ലഡായി ഫൈറ്റ് FIGHT. സച്ചി ലഗൻ സിൻസിയറിറ്റി SINCERITY. കക്ഷ ക്ലാസ് CLASS. നിങ്ങൾ ഏത് ശരിയാണെന്ന് നോക്ക്. സാഥി ഫ്രണ്ട്സ് FRIENDS. മൗജ് ഫൺ FUN. മെഹനത്ത് ഹാർഡ് വർക്ക് HARDWORK. പരിണാം റിസൾട്ട് RESULT. ചോടോ ടു ഗിവ് അപ്പ് TOGIVEUP. ടു ഗിവ് അപ്പ്. ജോഡോ
ലിങ്ക്, LINK. गर्मी की छुट्टी, समर वेकेशन, SUMMERVACATION. സമ്മർ വെക്കേഷൻ. എല്ലാവർക്കും വായിക്കാൻ കിട്ടുന്നുണ്ടോ? വേർഡ് മീനിങ് പഠിക്കാൻ പറ്റില്ലേ? ഓക്കെ. നെക്സ്റ്റ്, നീച്ചെ ദിയേ ഗയേ പ്രശ്നോ കെ ഉത്തർ ലിഖോ. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ് കവിത കാ ക്യാ സന്ദേശ് ഹേ. ഈ കവിതയ്ക്ക് എന്താണ് ഈ കവിതയിൽ നൽകുന്ന സന്ദേശം? ഈ കവിതയിലൂടെ സന്ദേശം എന്താണ്? ദേവാഞ്ജന പറഞ്ഞോളൂ. എന്താണ് കവിതയുടെ സന്ദേശം? പരീക്ഷ സമയത്ത് പഠിച്ച പരീക്ഷ കഴിഞ്ഞ് കളിക്കാണ്. അതായത് വേറെന്താണ് അതിന് ചുരുക്കം നമുക്ക് എന്ത് പറയാം? നന്നായി പരിശ്രമിച്ചാൽ നല്ല ഫലം ലഭിക്കും. ഇതാണ് അതിന്റെ ശരിയായത്. നന്നായിട്ട് പരിശ്രമിച്ചാൽ, അധ്വാനിക്കുന്നവർക്ക് അതിന് നല്ല ഫലം ലഭിക്കും, നല്ല റിസൾട്ട് ലഭിക്കും. മെഹനത്ത് സേ അച്ഛാ ഫൽ മിലേഗ. എന്താണ് അതിന്റെ ആൻസർ? മെഹനത്ത് സേ അച്ഛാ ഫൽ മിലേഗ. കേട്ടല്ലോ? പരിശ്രമത്തിലൂടെ നല്ല റിസൾട്ട്, നല്ല ഫലം ലഭിക്കും. നയേ സാഥി ഔർ കിതാബ് കോപ്പിയാം കബ് മിൽത്തെ ഹേ. നിങ്ങൾക്ക് പുതിയ പുതിയ കൂട്ടുകാർ, ഫ്രണ്ട്സിനെ, അതുപോലെ പുസ്തകങ്ങള്, നോട്ട് ബുക്കുകൾ, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഏത് സമയത്താണ് ലഭിക്കുന്നത്? സ്കൂളില് പഠനം ആരംഭിക്കുമ്പോൾ അല്ലേ? സ്കൂളില് പഠനം ആരംഭിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിനെ ലഭിക്കുന്നു, നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ, നോട്ട് ബുക്കുകൾ ഒക്കെ ലഭിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നോട്ട് ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും വീട്ടിനാലും കിട്ടി അല്ലേ? ഇപ്പൊ കൊറോണ സമയം ആയതുകൊണ്ട് കിട്ടി. എങ്കിൽ കൂടി നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിനൊന്നും കിട്ടാത്ത ഒരു വിഷമമുണ്ട് അല്ലേ? അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? പഠായി കെ ദിൻമേ. പഠനത്തിന്റെ സമയത്താണ്, സ്കൂൾ പഠനത്തിന്റെ സമയത്താണ് നമുക്ക് പുതിയ പുതിയ കൂട്ടുകാരെയും ഫ്രണ്ട്സിനെയും അതുപോലെ പുസ്തകങ്ങൾ, പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ, നോട്ട് ബുക്കുകൾ ഒക്കെ ലഭിക്കുന്നത്. എന്താ പറയേണ്ടത്? പഠായി കെ ദിൻമേ. എന്താണ് ആൻസർ? പഠായി കെ ദിൻമേ. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഗർമി കി ചുട്ടിയോ മേ തും കൈസേ മൗജ് മനാവോഗെ. സമ്മർ വെക്കേഷൻ, അതായത് വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ഹാപ്പി ആവാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? 5 ചെഹ് പങ്ക്തിയോ മേ അപ്ന ഉത്തർ ലിഖോ. അത് നിങ്ങൾ ഒരു വരിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? 5ഓ 6ഓ സെന്റൻസിൽ എഴുതേണ്ടതാണ്. 5ഓ അല്ലെങ്കിൽ 6ഓ സെന്റൻസിൽ എഴുതേണ്ടതാണ്. ഗർമി കി ചുട്ടിയോ മേ തും കൈസേ മൗജ് മനാവോഗെ. മിസ് 2 ദിവസം കഴിഞ്ഞാൽ എഴുതി അയച്ചുതരാം കേട്ടോ, നോട്ട് അയച്ചുതരാം. സെക്കൻഡ്, അതിപ്പോ നിങ്ങൾ എഴുതണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫാത്തിമ മെഹ്ഫൂസ. എന്താണ് അവിടുന്ന് പറയുന്നത്? ക്ലാസ്സിലാണോ നീ ഇരിക്കുന്നത്? കംപ്ലീറ്റ് ദി ലൈൻസ്. കംപ്ലീറ്റ് ദി ലൈൻസ്. ലൈൻ കംപ്ലീറ്റ് ആക്കുക. ടെക്സ്റ്റ് നോക്കിയിട്ട് ശരിയാക്കി എഴുതിയേ. സച്ചി ലഗൻ ലഗാവോഗെ തോ. ബാക്കി എഴുതിയേ. സച്ചി ലഗൻ ലഗാവോഗെ തോ. സെക്കൻഡ് ലൈൻ എന്താണ്? അച്ഛേ നമ്പർ പാവോഗെ. അച്ഛേ നമ്പർ പാവോഗെ. തെറ്റാതെ എഴുതണേ. ടെക്സ്റ്റ് ബുക്ക് നോക്കുക, അതിൽ നോക്കിയിട്ട് ആ ലൈൻ എടുത്ത് അതിലേക്ക് എഴുതുക. ഷെഫി എഴുതിയോ? എഴുതി. എല്ലാം നേരത്തെ കഴിഞ്ഞു വെച്ചു. ഫാത്തിമ എഴുതിയോ?
സച്ചി ലഗൻ ലഗാവോगे तो രണ്ടാമത്തെ സെക്കൻഡ് ലൈൻ എന്താണ് अच्छे नंबर पाओगे अच्छे नंबर पाओगे नेक्स्ट नई पुस्तकें नई कॉपियां नई पुस्तकें नई कॉपियां എന്താണ് അർത്ഥം വരുന്നത് साथी नए बनाओगे साथी नए बनाओगे എഴുതി എല്ലാവരും തെറ്റാതെ എഴുതണേ ടെക്സ്റ്റ് ലൈൻ നോക്ക് കൃത്യമായി നോക്കിയിട്ട് എഴുതുക नई पुस्तकें नई कॉपियां साथी नए बनाओगे ടെക്സ്റ്റ് വായിക്കാൻ റെഡി ആണോ ഓക്കെ അതിനിടയില് ഒരാളെ കൂടി നേരത്തെ വായിപ്പിക്കാൻ എന്താണ് ഓക്കെ ഫിനിഷ് ആണല്ലോ ബാക്കി മിസ് പറഞ്ഞുതരാം അതിനു മുന്നേ ദേവപ്രിയ നേരത്തെ ടെക്സ്റ്റ് വായിപ്പിച്ചില്ലല്ലോ ദേവപ്രിയ കൊണ്ട് നീങ്ങി ദേവപ്രിയ ടെക്സ്റ്റ് വായിക്കുന്നുണ്ട് ശരിക്കും ശ്രദ്ധിക്കുക दिन आ गया पढ़ाई के गोना नहीं लड़ाई में सर पर आया है इम्तिहान में मेहनत का है होगा परिणाम കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് ദേവപ്രിയ വായിക്കുന്നത് കേൾക്കാമോ യെസ് खेल कूद कुछ दिन छोड़ो मेहनत से नाता जोड़ो सच्ची लगन लगाओगे तो अच्छे नंबर पाओगे नई पुस्तकें नई कॉपियां शादी नए बनाओगे गर्मी की छुट्टी में बच्चों जी भर मौज मनाओगे ओके ദേവപ്രിയ വായിച്ച കേട്ടല്ലോ എല്ലാരും ഓക്കെ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 33 ആണ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക निम्नलिखित वाक्यों में रेखांकित शब्दों की वर्तनी शुद्ध करो correct the spellings of the underlined words എന്താണ് അർത്ഥം അണ്ടർലൈൻ ചെയ്ത വാക്കുകള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ തെറ്റുണ്ട് അതിൽ സ്പെല്ലിംഗ് ശരിയാക്കി എഴുതുക നിങ്ങളുടെ എക്സാമിന് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്തത് ഇല്ലാത്ത സ്പെല്ലിംഗ് കൂടി നിങ്ങൾ തെറ്റിച്ചാക്കി അല്ലെ പുതിയ വാക്കുകൾ സ്പെല്ലിംഗ് തിരുത്തിയിട്ട് ശരിയായ നിങ്ങൾ പഠിച്ച വാക്കുകൾ എഴുതാൻ പറഞ്ഞിട്ട് നിങ്ങളെ വക നിങ്ങളും തിരിച്ച് പുതിയൊരു വേർഡ് ആക്കി അല്ലേ അപ്പൊ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ എഴുതുമ്പോൾ അതിനൊന്നും മാർക്ക് നമുക്ക് തരാൻ വേണ്ടി സാധിക്കില്ല കാരണം അത് സ്പെല്ലിംഗ് തെറ്റി ശരിയാക്കി എഴുതാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ ആൻസർ വേണം ഫസ്റ്റ് നോക്കുക ഹമേം പരീക്ഷ കെ ലിയേ മെഹനത്ത് കർണി ചാഹിയേ അതിൽ പരീക്ഷ എന്നുള്ളതിന്റെ അടിയിലും ലിയേ എന്നുള്ളതിന്റെ അടിയിലും വരെയുണ്ട് അല്ലെ അണ്ടർലൈൻ ഉണ്ട് കണ്ടല്ലോ പരീക്ഷ എന്നുള്ളത് എന്തായിരിക്കും വേർഡ് എന്തായിരിക്കും പരീക്ഷ രീ എന്ന് വേണം അല്ലെ ദീർഘമാണ് വേണ്ടത്
ആ പരീക്ഷ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ പരീക്ഷ എന്നാക്കിയ വലത് സൈഡില്. പരീക്ഷ പരീക്ഷ എന്നുള്ളത് മാറ്റി നേരെ ആ സെന്റൻസ് നേരെ വലത് സൈഡിലായിട്ട് മാറ്റി എഴുതിക്കോ. പരീക്ഷ. രീന്ന് വേണം, ദീർഘം. അതിൽ ഹ്രസ്വമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലീയെന്ന് കൊടുത്തിട്ട് നമുക്ക് ഹ്രസ്വമാണ് വേണ്ടത്. ലിയെ, ലിയെ ചുരുക്കിയിട്ട് മതി. ലിയെ കുറച്ചും കൂടി ദൂരം വിട്ടിട്ട് ലിയെന്ന് ആക്കുക. ലിയെ. പരീക്ഷ കെ ലിയെ. അതാണ് ഫസ്റ്റ് ആൻസർ. ഹമേം പരീക്ഷ കെ ലിയെ മെഹനത്ത് കർണി ചാഹിയെ. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പരിശ്രമിക്കണം. അത് മാത്രം പറയരുത് മിസ്സേ, അല്ലേ? പരിശ്രമിക്കാൻ മാത്രം നമുക്കാവില്ല. സെക്കൻഡ്, खेलना कूदना कुछ दिन छोड़ देना चाहिए. खेलना कूदना अല്ല, खेलना कूदना. കൂന്ന് വേണം. खेलना कूदना, खेलना कूदना कुछ दिन छोड़ देना चाहिए. खेलना कूदना ഇത് കളി സ്പോർട്സ് ഒക്കെ എന്ത് ചെയ്യണം? കുറച്ച് ദിവസം മാറ്റി വെക്കണം, ഉപേക്ഷിക്കണം. ഖേൽന കുദ്ന എന്നുള്ളത് കൂദ്നാന്ന് ആക്കണ്ട. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. വേറെ ഒരു ഉപകാരം നിങ്ങൾ ചെയ്തേക്കരുത്. കുദ്ന എന്നുള്ളത് കൂദ്നാന്നാക്കുക, അത്രേ വേണ്ടു. ഖേൽന കുദ്ന എന്നുള്ളത് കൂദ്നാന്നാക്കുക. തേർഡ്, പഠ് എന്നുണ്ട് അല്ലെ? പഠ്, പഠ് എന്നല്ല, പാഠ്. പാന്നാക്കുക, പാഠ്. अच्छी तरह യദ്നാണ് യാദ്, അത് യാന്നാക്കുക. പാഠ് अच्छी तरह യാദ് करना चाहिए. പാഠ് अच्छी तरह യാദ് करना चाहिए. പാഠങ്ങളെ നല്ലവണ്ണം ഓർമ്മിച്ചെടുക്കുക, അല്ലെങ്കിൽ ഓർമ്മിക്കുക, പഠിക്കുക. ഫോർത്ത്, തബി തോ ഹം. അച്ഛേ എന്നാണ് വേണ്ടത്. അതിൽ ഒരു ചായയുടെ കുറവുണ്ട് അല്ലെ? അച്ഛേ. രണ്ട് ചായത്തെ ചായന്റെ പകുതിയാണ് ഈ ചാ ഫുള്ള് എഴുതുക. അപ്പൊ ആദ്യത്തെ ചാ പകുതി മാത്രം എഴുതി വെക്കണം. അച്ഛേ. അതങ്ങനെ ആക്കിയേ. അക്ക് എന്നാണ് അവിടെ കൊടുക്കുന്നത്. നമുക്ക് അങ്ക് എന്നാ വേണ്ടത്. ആ മേലെ ഡോട്ട് ഇടുക. അങ്ക്. അച്ഛേ അങ്ക് പായെങ്കെ. അങ്ക് മീൻസ് മാർക്ക്, ടോട്ടൽ, ടോട്ടൽ മാർക്ക്. തബി തോ ഹം അച്ഛേ അങ്ക്. അക്ക് എന്നാണുള്ളത്, അങ്ക്. ആ മേലെ കുത്തിടുക. ആ ടെക്സ്റ്റിലില്ല. അച്ഛേ നമ്പർ പാവോകെ. നമ്പർ എന്നുള്ളതിന്റെ വേറൊരു വേർഡാണ് അങ്ക്. ആ മേലെ ഡോട്ട് ഇടുക. അങ്ക്. അച്ഛേ അങ്ക് പായെങ്കെ. എഴുതിയോ? മിസ് ഒന്നുകൂടി പറയാണ്, അത് ശ്രദ്ധിച്ചോ. ഹമേം പരീക്ഷ എന്നുള്ളത് നമ്മൾ എന്തെഴുതി? പരീക്ഷ. കെ ലിയെ എന്നുള്ളത് കെ ലിയെ മെഹനത്ത് കർണി ചാഹിയെ. സെക്കൻഡ് വൺ, ഖേൽന കുദ്ന എന്നുള്ളത് കൂദ്ന എന്നാക്കി. ഖേൽന കൂദ്ന കുച്ച് ദിൻ ചോടാ ദേന ചാഹിയെ. തേർഡ് വൺ, പഠ്. പഠ് എന്നുള്ളത് നമ്മൾ പാഠ് എന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു. അച്ചി തര യദ് എന്നുള്ളത് യാദ് കർണ ചാഹിയെ. പാഠ് അച്ചി തര
യാദ് കർണാ ചാഹിയേ. പാഠങ്ങള് നല്ല പോലെ ഓർമ്മയിൽ ഉണ്ടാകണം, ഓർമ്മിച്ചിരിക്കണം. ഫോർത്ത്, തബി തോ ഹം. അച്ഛേ എന്നാ വേണ്ടത്. അച്ഛേ ആദ്യത്തെ ചായയുടെ പകുതിയാണ് രണ്ടാമത്തെ ച ഉപയോഗിക്കുക. അപ്പൊ ആദ്യത്തെ ചായയുടെ പകുതി നിങ്ങൾ കൂട്ടിച്ചേർക്കണം. അച്ഛേ. അക്കുന്നുണ്ട് അങ്ക് എന്നാകണം. ആ കഴിഞ്ഞ് വരയിടുന്നതിന്റെ മുകളിൽ വശത്തായിട്ട് ഒരു ഡോട്ട് ഇടുക. അങ്ക്. അങ്ക് മീൻസ് മാർക്ക്, നമ്പർ. നമ്പർ എന്നാണ് നിങ്ങളുടെ കവിതയിൽ കൊടുത്തിരുന്നത്. ഇവിടെ അങ്ക്. അങ്ക് പായെങ്കെ. തബീത്തോ ഹം അച്ഛേ അങ്ക് പായെങ്കെ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആയോ മക്കളെ എത്ര വരെ? ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ് ആവുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? മെഹനത്ത് കാ ഫൽ എന്ന ലെസൺ ഒരു 3 or 4 അല്ലെങ്കിൽ 5 പ്രാവശ്യം. 5 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 5 ദിവസം, ഓരോ ദിവസം ഓരോരോ പ്രാവശ്യം വായിച്ചാൽ മതി. 5 ദിവസം കൊണ്ട് 5 പ്രാവശ്യം വായിക്കുക. കേട്ടോ? വായിക്കുമോ? അല്ലെ മറന്നു പോവോ? അതോ മറവി നിങ്ങൾക്ക് പാടില്ല. നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. മറവിയാണെന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല, അതിന് മരുന്നുമില്ല. മറവിക്ക് ഒരു മരുന്നുമില്ല. ആൻസർ എഴുതി അതിന്റെ പേപ്പർ പോലും അയക്കാൻ വേണ്ടി മറന്നു എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മിസ് ഗ്രൂപ്പിൽ പറയുന്ന സമയത്ത് മിസ് ഗ്രൂപ്പിൽ അയച്ചു തരും. ആ സമയത്ത് നിങ്ങള് ഇപ്പൊ എഴുതിയ വർക്കുകൾ അയച്ചു തരിക കേട്ടോ. മിസ് അതിൽ ഗ്രൂപ്പില് അതിന്റെ ആൻസർ അതുപോലെ ബാക്കി വരുന്ന വർക്കുകളൊക്കെ അയച്ചു തരും. വിലോമ ശബ്ദ ലിഖോ, വചൻ ബദലോ, ബാക്കി ശുദ്ധ കരോ. പിന്നെ 7th ക്വസ്റ്റ്യൻ, പരീക്ഷയ്ക്ക് തയ്യാറി തും കൈസേ കർത്തേ ഹോ. പരീക്ഷയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത്, അതിനെ കുറിച്ചൊക്കെ. അതൊക്കെ മിസ് ഗ്രൂപ്പിൽ അയച്ചുതരും. 2 ദിവസം കഴിഞ്ഞിട്ട് അയച്ചു തരുള്ളൂ. മിസ് പറഞ്ഞു ഫോൺ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, അപ്പൊ മിസ് പറഞ്ഞ സമയത്ത് തന്നെ അയച്ചു തരിക. കേൾക്കുന്നുണ്ടോ? എല്ലാവരും നല്ല മക്കളായിട്ട് പഠിക്കുക. 4ാം ക്ലാസ്സിലാണ് എങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ദിവസവും ടെക്സ്റ്റ് വായിക്കുക. വാക്കുകളൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾ അവിടെ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേന് നിങ്ങൾ എന്തൊക്കെ വികൃതികളാ കളിച്ചുവിടുന്നേ? ഫാത്തിമ മെഹൂസ മുടി വാരിക്കട്ടെ എന്ന്. ഇതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഓരോ ഹിന്ദി വാക്കുകള് ഒരു റഫായിട്ട് എഴുതി പഠിച്ചോളൂ. ക്വസ്റ്റ്യൻ ആൻസർ ഇതൊക്കെ എഴുതി പഠിക്കും കേട്ടോ. വെറുതെ ടൈം കളയരുത്. അടുത്ത എക്സാമിനെങ്കിലും ഫുൾ മാർക്ക് വാങ്ങുക. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വേർഡ് മീനിങ് പഠിച്ചിട്ട് വരിക കേട്ടോ. ബൈ ഹാർട്ട് പഠിച്ചിട്ട് വരിക. ഇന്ന് പഠിപ്പിച്ച ലെസണിന്റെ വേർഡ് മീനിങ് എല്ലാവരും പഠിച്ചിട്ട് വരിക കേട്ടോ. മിസ് ചോദിക്കും. ഓക്കെ ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ.